യൂറോപ്പിൽ കൊറോണ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം വൻ സാമ്പത്തിക ശക്തിയായ അമേരിക്ക പോലും കൊറോണയ്ക്ക് അടിമപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഭൂരിഭാഗം ബിസിനസ്സുകാരും സിനിമാക്കാരും ഇപ്പോൾ എല്ലാം സമൂഹത്തിന് പ്രതിസന്ധി സമയത്ത് പോലും തങ്ങളുടെ ശേഷിക്കനുസരിച്ച് ഒന്നും ചെയ്യാൻ ഉത്സാഹം കാട്ടാറില്ല എന്നൊരു ആരോപണവും ഉയരുന്നുണ്ട്. തങ്ങൾക്ക് പ്രശ്നം വരുന്നത് വരെ മൂക്കിന് താഴെ നടക്കുന്ന പലതിലേക്കും കണ്ണോടിക്കാൻ പോലും വിസമ്മതിക്കുന്നവരാണ് ഇവരിൽ ചിലരെന്നും വിശ്വസിക്കുന്നവരും അനവധിയാണ്. അല്ലെങ്കിൽ ചീത്തപ്പേര് ഒഴിവാക്കാനായി എന്തെങ്കിലും നക്കാപ്പിച്ച് നൽകി കൈ കഴുകുന്നവരൊക്കെയാണ് ആരാധനാമൂർത്തികളായി കാണുന്നതെന്ന് ആരോപിക്കുന്നവരും അനവധിയുമാണ്. എന്തായാലും കൊറോണ വൈറസ് അമേരിക്കയിലും വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്ന ഈ സമയത്ത് ഫേസ്ബുക്ക് മേധാവി മാർക്ക് സക്കർബർഗും ഭാര്യ പ്രിസില്ല ചാനും സാൻ ഫ്രാൻസിസ്കോയിലെ ബേ ഏരിയ ഭാഗത്ത് COVID-19 ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനത്തിന്റെ ശേഷി 4 ഇരട്ടിയാക്കാനുള്ള ശ്രമത്തിനായി സംഭാവന ചെയ്യുന്നുവെന്ന ശുഭകരമായ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്ക പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇതാണ് കൊറോണ വൈറസിന്റെ വ്യാപ്തി ഏറെ കൂട്ടിയത്. രോഗികളെ കൃത്യമായി നിരീക്ഷിക്കുന്നതിലും നിരീക്ഷണത്തിലിരിക്കുന്നവരെ ട്രാക്ക് ചെയ്യുന്നതിലും US ഭരണകൂടം വൻ പരാജയമായിരുന്നു. ഇതിനിടെയാണ് ഫേസ്ബുക്ക് പോലുള്ള കമ്പനികൾ പോലും കൊറോണയെ നേരിടാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. COVID-19 ഡയഗ്നോസ്റ്റിക് മെഷീനുകൾ ബേ ഏരിയയിൽ പുതിയതായി രോഗമുള്ളവരുണ്ടോ എന്നറിയാൻ സഹായിക്കുന്നതുമാണ്. ഇതുപോലെ തന്നെ പുതുതായി സ്ഥാപിക്കുന്ന മെഷീനുകൾ അത്യാധുനികവും FDA അംഗീകാരമുള്ളവയുമാണ്. ഇവ വാങ്ങാനുള്ള പണം തങ്ങൾ നൽകുമെന്നാണ് സക്കർബർഗ് പറഞ്ഞത്. നിലവിൽ ടെസ്റ്റിനുള്ള ക്ലിനിക്കൽ ലാബുകൾ സ്റ്റാൻഫോർഡിനും UCSFന്റെ കീഴിലുമാണുള്ളത്. ഇവയുടെ ആയാസം കുറയ്ക്കാനും തങ്ങൾക്കാകുമെന്നാണ് സക്കർബർഗ് പറയുന്നത്. ചാൻ സക്കർബർഗ് സംരംഭത്തിനുള്ള യന്ത്രങ്ങൾ ഉടൻ എത്തിക്കുകയും മാർച്ച് 16 മുതൽ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യും. എന്നാൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇവിടെ ടെസ്റ്റ് നടത്താനാകുക. ഇത്തരം രോഗികൾ ഡോക്ടർമാരുടെ ശുപാർശ കത്തുമായി എത്തിയാലായിരിക്കും സക്കർബർഗ് ദമ്പതികളുടെ കീഴിലുള്ള ഡയഗ്നോസ്റ്റിക് സെന്ററുകളിൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. പൊതുജനാരോഗ്യ വകുപ്പിന്റെ മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണമെന്ന് മാത്രം. കൊറോണ വൈറസ് പകർച്ചവ്യാധി കൂടുതൽ പടരാൻ തുടങ്ങിയിരിക്കുന്നതിനാൽ രോഗനിർണയം വളരെ നിർണായകമായി മാറുകയാണെന്ന് ചാൻ സക്കർബർഗ് കോ പ്രസിഡന്റായ ജോഡി റിസി പറയുന്നു. രോഗനിർണയം നടത്താനുള്ള പുതിയ മെഷീനുകൾ വാങ്ങിക്കുക വഴി രോഗത്തിനെതിരെയുള്ള നമ്മുടെ പ്രതികരണം കൂടുതൽ കുറ്റമറ്റതാക്കാനാകുമെന്നും അവർ പറയുന്നു. പുതിയ നീക്കം വിജയകരമാക്കാനുള്ള നിയുക്ത സംഘത്തിൽ ചാൻ സക്കർബർഗ്, ബയോഹബ് എന്നിവയിൽ നിന്നുള്ള ആളുകളും ഉണ്ടാകുന്നതായിരിക്കും. ഈ 2 സംഘടനകൾക്കും ഫണ്ടിംഗ് നടത്തുന്നത് സക്കർബർഗും ഡോക്ടർ പ്രിസില്ല ചാനും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, സാൻ ഫ്രാൻസിസ്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരുമാണ്. അമേരിക്കയിൽ പോലും വ്യക്തികൾക്ക് COVID-19 രോഗബാധയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തറിയാനുള്ള സംവിധാനം തീരെ കുറവാണെന്നും വാർത്ത വന്നതിന് ശേഷമാണ് ഈ പുതിയ നീക്കവുമായി സക്കർബർഗ് ദമ്പതികൾ രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കയിലെ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറഞ്ഞത് ഇതുവരെ 22,000 അമേരിക്കക്കാരെയാണ് ടെസ്റ്റ് ചെയ്തതെന്നാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.